എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുടരുന്നത് ഏറെ ആകാംക്ഷ നിറഞ്ഞ നീലക്കടലാസിലെ കനവുകൾ എന്ന ഈ പ്രണയകഥയുടെ അടുത്ത ഭാഗമാണ്. അധ്യായം 4. റേഡിയോയിലെ പ്രിയഗാനം. ഇടവഴിയിലെ കശുമാവുകളിൽ നിന്ന് വീണുകിടക്കുന്ന ഉണങ്ങിയ ഇലകൾക്ക് മീതെ വെയിൽ പാകിയ ഒരു ഉച്ചതിരിഞ്ഞ നേരമായിരുന്നു അത്. ഗ്രാമത്തിലെ വായനശാലകൾ വെറുമൊരു പുസ്തകശാലകളായിരുന്നില്ല. അവ പലപ്പോഴും രഹസ്യങ്ങളുടെയും പ്രണയത്തിന്റെയും താവളങ്ങളായിരുന്നു. നവോദയം വായനശാല എന്ന ആ പഴയ കെട്ടിടത്തിന് ഒരു പ്രത്യേക ഗന്ധമുണ്ടായിരുന്നു. പഴയ കടലാസിന്റെയും ചിതൽ പിടിച്ച തടിയുടെയും ഒപ്പം പുറത്തെ ചായക്കടയിൽ നിന്ന് ഒഴുകിവരുന്ന ഏലക്ക ചായയുടെയും ഗന്ധം. ആകാശ് തന്റെ മുത്തച്ഛന്റെ സൈക്കിളിൽ വായനശാലയ്ക്ക് മുന്നിലെത്തി. സൈക്കിൾ സ്റ്റാൻഡിൽ വെക്കുമ്പോൾ അവന്റെ കൈകൾ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. തലേ ദിവസം സൈക്കിൾ യാത്രയ്ക്കിടയിൽ മീര നൽകിയ കാസറ്റിലെ പാട്ടുകൾ അവന്റെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. അവൾ വരാമെന്ന് ഏറ്റിട്ടുണ്ട്. പക്ഷേ ഗ്രാമത്തിലെ കണ്ണുകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി ഇത്തരമൊരു കൂടിക്കാഴ്ച എത്രത്തോളം സുരക്ഷിതമാണെന്ന് അവന് ഉറപ്പില്ലായിരുന്നു. കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലേക്ക് കയറുന്ന തടിപ്പടവുകൾ ഓരോന്നായി ചവിട്ടുമ്പോൾ അവ മുരടനക്കി. അകത്ത് പത്മനാഭൻ പിള്ള തന്റെ സ്ഥിരം ഇരിപ്പിടത്തിലിരുന്ന് ചില്ല് ഗ്ലാസ്സിലെ ചായ ഊതി കുടിക്കുകയാണ്. മുന്നിൽ പരന്നുകിടക്കുന്ന മാതൃഭൂമി പത്രത്തിലെ വാർത്തകളിൽ അദ്ദേഹം മുഴുകിയിരിക്കുന്നു. ആഹാ, ആകാശെത്തിയോ? ഇന്ന് നേരത്തെയാണല്ലോ. കണ്ണടയ്ക്ക് മുകളിലൂടെ നോക്കി അദ്ദേഹം ചോദിച്ചു. അതെ പിള്ളേട്ടാ, മുത്തച്ഛൻ പറഞ്ഞ ഒരു പഴയ ചരിത്ര പുസ്തകം തിരയാൻ വന്നതാ. ആകാശ് ഒരു കള്ളം പറഞ്ഞു. അവന്റെ കണ്ണുകൾ അലമാരകൾക്കിടയിലെ നിഴലുകളെ തിരയുകയായിരുന്നു. അതൊക്കെ ആ വടക്കേ അറ്റത്തെ അലമാരയിൽ കാണും. പോയി നോക്കിക്കോ. അദ്ദേഹം വീണ്ടും പത്രത്തിലേക്ക് മടങ്ങി. ആകാശ് പതുക്കെ അലമാരകൾക്കിടയിലേക്ക് നടന്നു. പൊടി പിടിച്ച ആ പഴയ പുസ്തകങ്ങൾക്കിടയിൽ അവൾ ഉണ്ടായിരുന്നു. ഒരു മഞ്ഞ ചുരിദാർ ധരിച്ച് കയ്യിൽ ആൾക്കൂട്ടം എന്ന നോവലുമായി അവൾ നിൽക്കുന്നു. അലമാരയുടെ വിടവിലൂടെ അരിച്ചെത്തുന്ന സൂര്യപ്രകാശം അവളുടെ മുഖത്ത് വീഴുമ്പോൾ അവൾ ഒരു മനോഹരമായ ചിത്രം പോലെ തോന്നിച്ചു. മീര, അവൻ ശബ്ദം താഴ്ത്തി വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകളിൽ പേടിയും സന്തോഷവും ഒരുപോലെ മിന്നിമറഞ്ഞു. ആകാശ്, പെട്ടെന്ന് വന്നല്ലോ. പിള്ളേട്ടൻ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കണേ. അദ്ദേഹം പത്രത്തിലാണ്. മീരെ, നീ ഇന്നലെ തന്ന കാസറ്റ് ഞാൻ രാത്രി മുഴുവൻ കേട്ടു. അതിലെ ആ പാട്ട്, നീലക്കടമ്പിൽ ലാവണ്യ പുഷ്പം, അത് ശരിക്കും എനിക്ക് വേണ്ടിയാണോ നീ തെരഞ്ഞെടുത്തത്? മീരയുടെ മുഖം പതുക്കെ ചുവന്നു. അവൾ പുസ്തകത്തിലെ താളുകൾ വെറുതെ മറിച്ചുകൊണ്ടിരുന്നു. ആ പാട്ടിലെ വരികൾ വായിക്കുമ്പോൾ എനിക്ക് നിങ്ങളെയാണ് ഓർമ്മ വന്നത്. പ്രത്യേകിച്ച് ആ വരി, അറിയാതെ വന്നൊരു പ്രണയമിന്ന് അഴകായ ജീവിതം മാറ്റിടുന്നു എന്നത്. അവർക്കിടയിൽ ഒരു നിമിഷം നിശബ്ദത പടർന്നു. പുസ്തകങ്ങളുടെ ഗന്ധമുള്ള ആ നിശബ്ദതയിൽ അവരുടെ ശ്വാസതാളം മാത്രം കേൾക്കാമായിരുന്നു. ആകാശ് പതുക്കെ അവളുടെ കൈയിലേക്ക് തന്റെ കൈ നീട്ടി. വിരലുകൾ തമ്മിൽ തൊട്ടുതൊട്ടില്ല എന്ന മട്ടിൽ നിന്നപ്പോൾ പുറത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു. പത്മനാഭൻ പിള്ളയുടെ അരികിലേക്ക് ആരോ വന്നിരിക്കുന്നു. എന്താ പത്മനാഭ? വായനശാലയിൽ ഇന്ന് വലിയ തിരക്കാണല്ലോ. മാധവൻ നായരുടെ കൊച്ചുമകന്റെ സൈക്കിൾ താഴെ ഇരിക്കുന്നത് കണ്ടല്ലോ. അത് ഗ്രാമത്തിലെ പഞ്ചായത്ത് മെമ്പർ വാസുവിന്റെ ശബ്ദമായിരുന്നു. ഗ്രാമത്തിലെ എല്ലാ കാര്യങ്ങളിലും മൂക്ക് കടത്തുന്ന ഒരാൾ. മീര ഞെട്ടിപ്പിടഞ്ഞു മാറി. അവളുടെ മുഖം വിളറി. ആകാശ്, അദ്ദേഹം എന്നെ കണ്ടാൽ വലിയ പ്രശ്നമാകും. അച്ഛന്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം. പേടിക്കണ്ട മീരെ, നീ ആ ജനലിന്റെ അരികിലെ അലമാരയ്ക്ക് പിന്നിൽ ഒളിച്ചു നിൽക്ക്. ഞാൻ മുന്നിലേക്ക് പോകാം. ആകാശ് ധൈര്യം പകർന്നു. ആകാശ് പതുക്കെ മുന്നിലേക്ക് നടന്നു. പിള്ളേട്ടാ, ആ പുസ്തകം കിട്ടിയില്ല. ഞാനൊന്ന് താഴെ പോയി നോക്കട്ടെ. വാസു മെമ്പർ ആകാശിനെ അടിമുടിയൊന്ന് നോക്കി. ആഹാ, നീയാണല്ലേ ആകാശ്. നിന്റെ അച്ഛനെ എനിക്ക് പണ്ടേ അറിയാം. നഗരത്തിൽ പോയിട്ട് വലിയ ആളായല്ലേ. നീ ഇവിടെ എപ്പോഴും വരാറുണ്ടോ? അതെ മെമ്പർ, മുത്തച്ഛന്റെ പുസ്തകങ്ങൾ എടുക്കാൻ വരാറുണ്ട്. ആകാശ് പതറാതെ മറുപടി നൽകി. നല്ലത്. പക്ഷേ ശ്രദ്ധിക്കണം, നഗരത്തിലെ ശീലങ്ങളൊന്നും ഇവിടെ കാണിക്കരുത്. ഈ ഗ്രാമത്തിന് ചില ചിട്ടകളുണ്ട്. ആ വാക്കുകളിൽ ഒരു താക്കീത് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവർ സംസാരം തുടരുന്നതിനിടയിൽ മീര ആരും കാണാതെ പിൻവാതിലിലൂടെ താഴേക്ക് ഇറങ്ങിപ്പോയി. ആകാശ് ഒരു ദീർഘനിശ്വാസം വിട്ടു. പ്രണയം എത്ര സുന്ദരമാണോ അത്ര തന്നെ അപകടം നിറഞ്ഞതാണെന്ന് അവൻ മനസ്സിലാക്കി. രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ അടുക്കുന്നത് സമൂഹത്തിന്റെ കണ്ണുകളിൽ ഒരു കുറ്റമായിരുന്നു. രാത്രിയിൽ വീട്ടിലെത്തിയപ്പോൾ ആകാശ് തന്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു. ഇന്ന് വായനശാലയിലെ നിഴലുകൾക്കിടയിൽ വെച്ച് ഞാനൊരു സത്യം മനസ്സിലാക്കി. നമ്മുടെ പ്രണയം വെറുമൊരു പൂന്തോട്ടമല്ല, മറിച്ച് മുള്ളുകൾ നിറഞ്ഞ ഒരു പാതയാണ്. ഓരോ ചുവടിലും ശത്രുക്കളുണ്ട്. പക്ഷെ അവളുടെ ആ ഒറ്റ നോട്ടത്തിനായി ഞാൻ ഏത് കാറ്റിലും ആടാൻ തയ്യാറാണ്. അവൻ ജനാലയിലൂടെ മീരയുടെ വീടിന്റെ നേരെ നോക്കി. അവിടെ അവളുടെ മുറിയിലെ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചം അണഞ്ഞിരുന്നില്ല. അവളും ഇന്ന് ഉറങ്ങിയിട്ടുണ്ടാകില്ല. വായനശാലയിൽ വെച്ച് അവർക്ക് പരസ്പരം കൈമാറാൻ കഴിയാത്ത ആ വാക്കുകൾ കാറ്റിലൂടെ അവരിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. വായനശാലയിലെ ആ അപ്രതീക്ഷിത സംഭവത്തിന് ശേഷം ഗ്രാമത്തിന്റെ ആകാശം കൂടുതൽ ഗൗരവത്തിലായതുപോലെ ആകാശിന് തോന്നി.
വാസു മെമ്പറുടെ ആ നോട്ടം അവനിൽ ഒരു ചെറിയ ഭയം വിതച്ചിരുന്നു. എങ്കിലും മീരയോടുള്ള പ്രണയം ആ ഭയത്തേക്കാൾ എത്രയോ മുകളിലായിരുന്നു. ആ മെയ് മാസത്തിലെ രാത്രികൾക്ക് ഒരു പ്രത്യേക സംഗീതമുണ്ടായിരുന്നു. ചീവീടുകളുടെ നിർത്താതെയുള്ള കരച്ചിലും അകലെയുള്ള തവളകളുടെ കരച്ചിലും ഇടകലർന്ന ആ നിശബ്ദതയിൽ ആകാശ് തന്റെ മുറിയിലെ പഴയ റേഡിയോയുമായി ഇരുന്നു. അക്കാലത്ത് ആകാശവാണി വെറുമൊരു റേഡിയോ നിലയമായിരുന്നില്ല, മറിച്ച് ലക്ഷക്കണക്കിന് പ്രണയികളുടെ ദൂതനായിരുന്നു. രാത്രി 10 മണിക്ക് സംപ്രേക്ഷണം ചെയ്യുന്ന നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ എന്ന പരിപാടിക്ക് വേണ്ടിയായിരുന്നു ആകാശിന്റെ കാത്തിരിപ്പ്. തറവാടിന്റെ ഉമ്മറത്ത് മുത്തച്ഛൻ ഉറക്കത്തിലേക്ക് വഴുതി വീണിരിക്കുന്നു. ലക്ഷ്മിയമ്മ അടുക്കളയിലെ പണികൾ തീർത്ത് വിളക്കണച്ചു. ആകാശ് തന്റെ മുറിയിലെ ജനാലകൾ പാതി അടച്ചു. എന്നിട്ട് റേഡിയോയുടെ ട്യൂണർ പതുക്കെ തിരിച്ചു. കരകരപ്പുകൾക്കിടയിലൂടെ മനോഹരമായ ഒരു ശബ്ദം ഒഴുകി വന്നു. ആകാശവാണി തിരുവനന്തപുരം, നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങളിലേക്ക് സ്വാഗതം. അടുത്ത പാട്ട് ആലപ്പുഴയിൽ നിന്നും ആകാശ് ആവശ്യപ്പെടുന്നത് കോട്ടയത്തുള്ള തന്റെ പ്രിയ സുഹൃത്ത് മീരയ്ക്കായി. ആകാശിന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. അവൻ ഒരാഴ്ച മുൻപ് ഒരു കത്ത് ആകാശവാണിക്ക് അയച്ചിരുന്നു. തന്റെ പേരും മീരയുടെ പേരും റേഡിയോയിൽ കേൾക്കുമ്പോൾ അവൾക്ക് അത് മനസ്സിലാകുമോ എന്നവൻ ഭയന്നിരുന്നു. പക്ഷെ ഗ്രാമത്തിന്റെ പേര് മാറ്റിയാണ് അവൻ നൽകിയത്. പെയ്തൊഴിയാത്തൊരേ പ്രണയവർഷം, നെഞ്ചിലെരിയും നിലാവിൻ മന്ത്രം, നിൻ വിരൽ തൊടുവാൻ കാത്തിരിക്കേ മനസ്സിൽ 1000 കവിതകളായി. ആ മനോഹരമായ ഗാനം മുറിയിൽ നിറഞ്ഞു. അതേസമയം അപ്പുറത്തെ തറവാട്ടിലെ ജനാലയ്ക്കൽ മീരയും തന്റെ ചെറിയ ട്രാൻസിസ്റ്റർ റേഡിയോയുമായി ഇരിക്കുകയായിരുന്നു. ആ പാട്ട് കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആകാശ് എന്ന പേര് റേഡിയോയിൽ മുഴങ്ങിയപ്പോൾ അവൾ തന്റെ ചുണ്ടുകൾ അമർത്തിപ്പിടിച്ചു. അത് അവനാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അക്കാലത്ത് ഫോണില്ലാത്ത പ്രണയികൾക്ക് തങ്ങളുടെ ഇഷ്ടം ലോകത്തോട് വിളിച്ചു പറയാനുള്ള ഏക മാർഗമായിരുന്നു ഇത്. പാട്ട് തീർന്നപ്പോൾ റേഡിയോയിൽ അടുത്ത അറിയിപ്പ് വന്നു. ആകാശ് റേഡിയോ അണച്ചു. അവൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ദൂരെ മീരയുടെ മുറിയിലെ വെളിച്ചം ഒന്ന് മിന്നിക്കെട്ടു. അത് അവളുടെ ഒരു അടയാളമായിരുന്നു. ഞാൻ കേട്ടു എന്നുള്ള മറുപടി. ആ രാത്രിയിൽ ആകാശിന് ഉറക്കം വന്നില്ല. അവൻ തന്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു: നമ്മുടെ പേരുകൾ ഇന്ന് വായുവിൽ അലിഞ്ഞു ചേർന്നു മീരെ, ആരും അറിയാതെ, എന്നാൽ ലോകം മുഴുവൻ കേൾക്കെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. റേഡിയോയിലെ ആ പാട്ടിന്റെ ഓരോ വരിയും നിനക്കുള്ളതായിരുന്നു. നഗരത്തിലെ വലിയ ഡിസ്കോകളിൽ ലഭിക്കാത്ത ഒരു ആനന്ദം ഈ ചെറിയ റേഡിയോ പെട്ടി എനിക്ക് നൽകുന്നു. പിറ്റേന്ന് രാവിലെ ആകാശ് ക്ഷേത്രക്കുളത്തിനരികിൽ മീരയെ കണ്ടുമുട്ടി. അവൾ കുളി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. അവളുടെ കയ്യിൽ ഒരു ചെറിയ പൊതിയുണ്ടായിരുന്നു. ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അവൾ അത് ആകാശിന്റെ കയ്യിലേക്ക് വെച്ചുകൊടുത്തു. ഇന്നലെ രാത്രി കേട്ടു. ഭ്രാന്താണോ നിങ്ങൾക്ക്? ആരെങ്കിലും തിരിച്ചറിഞ്ഞാലോ? അവൾ ഗൗരവത്തോടെ ചോദിച്ചെങ്കിലും അവളുടെ കണ്ണുകളിൽ ഒരു കുസൃതിച്ചിരിയുണ്ടായിരുന്നു. ആരും തിരിച്ചറിയില്ല മീരെ. ആകാശ് എന്ന പേര് ലോകത്ത് എത്ര പേർക്കുണ്ട്. പക്ഷെ അത് നിനക്ക് വേണ്ടിയാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ. അത് മതി എനിക്ക്. ആകാശ് ചിരിച്ചു. അവൾ തന്ന പൊതിയിൽ കുറച്ച് ഇലഞ്ഞിപ്പൂക്കളും ഒരു ചെറിയ കത്തുമായിരുന്നു. നന്ദി ആ പാട്ടിന്. എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ രാത്രിയായിരുന്നു ഇന്നലെ. പക്ഷേ സൂക്ഷിക്കണം, വാസു മെമ്പർ ഇന്ന് രാവിലെ അച്ഛനോട് വായനശാലയിലെ കാര്യം സൂചിപ്പിക്കുന്നത് ഞാൻ കേട്ടു. അല്പം കൂടി ജാഗ്രത വേണം. ആകാശിന്റെ മുഖത്തെ ചിരി മാഞ്ഞു. പ്രണയത്തിന്റെ മധുരത്തോടൊപ്പം ഭയത്തിന്റെ കയ്പും പടരാൻ തുടങ്ങിയിരിക്കുന്നു. ആ റേഡിയോ ഗാനങ്ങൾ അവർക്ക് നൽകിയ സന്തോഷത്തിന് പിന്നാലെ ഒരു വലിയ കാർമേഘം രൂപപ്പെടുകയായിരുന്നു. മുത്തച്ഛൻ അന്ന് ഉച്ചയ്ക്ക് ആകാശിനെ വിളിച്ചു. ആകാശേ, നീ ആ മീരയുടെ വീട്ടിൽ അധികം പോകുന്നുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ അത് ആ പെൺകുട്ടിയുടെ ജീവിതത്തെ ബാധിക്കും. നിനക്ക് നാളെ നഗരത്തിലേക്ക് പോകാം, പക്ഷെ അവൾക്കിവിടെ കഴിയണം. മുത്തച്ഛന്റെ വാക്കുകൾ ഒരു താക്കീതായിരുന്നു. ആകാശം മിണ്ടിയില്ല. പ്രണയം വെറുമൊരു കളിപ്പട്ടമല്ലെന്നും അതൊരു വലിയ ഉത്തരവാദിത്തമാണെന്നും അവൻ തിരിച്ചറിഞ്ഞു തുടങ്ങുകയായിരുന്നു. റേഡിയോയിലെ ആ ഗാനം ഇപ്പോഴും അവന്റെ മനസ്സിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ താളം പതുക്കെ മാറുകയായിരുന്നു. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.